എൻ്റെ ഒരു 25-ാം വയസ്സിൽ എനിക്ക് കിട്ടാതെ പോയതും പക്ഷേ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചതുമായിട്ടുള്ള 4 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അതായത് നമ്മൾ എവിടേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലെവലിൽ എത്തണം നമ്മൾ വിചാരിക്കുമല്ലോ. അപ്പോൾ ഓൾറെഡി ആ ലെവലിൽ എത്തിയ ഒരാളുമായിട്ടുള്ള ഒരു സമ്പർക്കം, ഒരു സൗഹൃദം, ഒരു മെൻറ്ററിങ്, അപ്പോൾ അയാൾ നടന്ന വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തരുള്ളൂ. അങ്ങനെ ഒരു ആക്സസ് അന്നില്ലായിരുന്നു. രണ്ടാമത്തത്, നമുക്ക് കുറേ കേപ്പബിലിറ്റീസ് ഉണ്ടാവും, നമുക്ക് എബിലിറ്റീസ് ഉണ്ടാവും, പക്ഷേ നമ്മൾ ആക്ച്വലി ഒരു കോൺഫിഡൻസ് ഇല്ല. നമുക്ക് കഴിയും, എന്ത് ചിന്തിച്ചാലും നടക്കൂല അല്ലെങ്കിൽ പൊട്ടുമോ എന്നൊക്കെയുള്ള പേടി, ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവും. അപ്പോൾ അല്ലടാ എന്നെക്കൊണ്ട് കഴിയും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ ഒരു സ്ട്രക്ചറിലൂടെ കൊണ്ടുപോയി നമ്മളെ കൊണ്ട് പീക്ക് പെർഫോമൻസ് പുറത്തെടുപ്പിക്കാൻ നമ്മളെക്കാൾ കൂടുതൽ നമ്മളിൽ വിശ്വസിക്കുന്ന ഒരു കോച്ച് ആ പ്രായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ ആകാശത്തെത്തിയാണ്. ഭയങ്കര സംഭവമായിരുന്നു. അന്നത് മിസ്സായിപ്പോയി. മൂന്നാമത്തെ നമ്മൾ മിസ്സായ ഒരു സംഭവമാണ്, അതായത് നമ്മൾ എന്താണോ ആവാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ യാത്ര ചെയ്തിട്ട് പൊട്ടിയ ആളുകളുണ്ടാവും. ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ബിസിനസ് തുടങ്ങാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ അവൻ ബിസിനസ് തുടങ്ങി പൊട്ടിയിട്ട് അവൻ്റെ കഥകൾ പറയണം. എടാ ഞാൻ അങ്ങനെ തുടങ്ങിയിരുന്നു, ഇന്നത് ചെയ്തു, ഇന്ന അബദ്ധം ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലതും നമ്മൾ തന്നെ ജീവിതത്തിൽ അപ്പോൾ നമ്മൾ ലൈഫിൽ നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പിക നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബിസിനസ് തുടങ്ങിയിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പൊട്ടിയവൻ്റെ കഥ ഇതിൻ്റെ മുമ്പ് കേട്ടിരുന്നെങ്കിൽ ആ കുഴിയിൽ നമുക്ക് ചാടാതിരിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് പിന്നെ എനിക്ക് മിസ് ചെയ്തൊരു സാധനം, ഇപ്പം എൻ്റെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കൻ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് എന്നേക്കാൾ മിടുക്കനായ, അതല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ സ്വപ്നങ്ങൾ അതേപോലെ എൻ്റെ കൂടെ ഓടുന്ന, അതായത് രാവിലെ ഒന്നും എഴുന്നേറ്റിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന പോലെ ഗോൾ സെറ്റ് ചെയ്യുന്ന, നമ്മുടെ ഗ്രോത്തും വിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവല്ലോ. അതായത് എനിക്കും ഭ്രാന്ത് ഓനും ഭ്രാന്ത്, 2 ഭ്രാന്തന്മാർ അല്ലെങ്കിൽ ഒരു 4 ഭ്രാന്തന്മാരെ ഒരുമിച്ച് അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പും കിട്ടിയില്ല. കിട്ടിയ ഗ്രൂപ്പൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഞമ്മക്കോ ദാരിദ്ര്യം, ബാക്കിയുള്ളവർ അതിനെക്കാട്ടും ദാരിദ്ര്യം. എന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ നിന്ന് കട്ടക്ക് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മേലെ നിന്ന് നമ്മളെ കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു സെയിം ഒരു 30-ാം വയസ്സോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ആളുകളെ കിട്ടി. അപ്പം നമ്മൾ ആസ്പയറിംഗ് പ്രൊഫഷണൽ ഫോറം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലബ്ബ് ഉണ്ടാക്കിയ സമയത്ത് ബിസിനസ്സുകാരാവാൻ വേണ്ടി ഭ്രാന്തുമായിട്ട് നടക്കുന്ന 250ഓളം ഹൈ എക്സിക്യൂട്ടീവ്സ്, നല്ല വിദ്യാഭ്യാസവും പേയ്മെൻറ്റും ഉള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം ബേസിക്കലി ആ ഒരു പിയർ ഗ്രൂപ്പ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എപ്പോഴും നോക്കാവുന്ന 4 പ്രധാന ഘടകങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഒന്ന്, നമ്മൾ എവിടെയാണോ എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തിയ ഒരാളുടെ മെൻറ്ററിങ്, നമ്മളെക്കാൾ കൂടുതൽ നമ്മളിൽ വിശ്വസിക്കുന്ന ഒരു കോച്ച്, നമ്മളെപ്പോലെ ഭ്രാന്തുള്ള, എന്നും നമ്മൾ ചിന്തിക്കുന്ന അതേപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന 2-3 സുഹൃത്തുക്കൾ, അതായത് ആ പിയർ ഗ്രൂപ്പ്, പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്തു പൊട്ടിയ ഒരാൾ, എന്തൊക്കെ ചെയ്യരുതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ പറ്റിയ ആൾ. അങ്ങനെ ഒരു 4 ആളുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമ്മളൊക്കെ ഒരു 45-ാം വയസ്സിൽ അച്ചീവ് ചെയ്ത സാധനം നിങ്ങൾക്ക് 35-ാം വയസ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല, നമ്മൾ വീണ ഒരു 100 കുഴിയെങ്കിലും വീഴാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാം.